ജനങ്ങൾക്ക് സേവനം ഉറപ്പുവരുത്താൻ അക്ഷയ സെന്റർ മാതൃകയിൽ പ്രവർത്തന കാര്യാലയം തുറന്ന പഞ്ചായത്ത് അംഗം. കൊടുങ്ങല്ലൂർ പഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പർ ജോഫി മാത്യു വെടിക്കൊമ്പിലാണ് ഡിജിറ്റൽ സേവനങ്ങൾ അടക്കം ലഭ്യമാക്കിക്കൊണ്ട് ജനസേവന കേന്ദ്രം തുറന്നത്. പഞ്ചായത്ത് ഓഫീസിൽ പോകാതെ തന്നെ ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ജോഫി മാത്യു പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ അടക്കം ലഭ്യമാക്കിക്കൊണ്ടാണ് ചേർപ്പുങ്കലിൽ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രവർത്തന കാര്യാലയം തുറന്നത്. കൊടുങ്ങല്ലൂർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജോഫി മാത്യു വെട്ടിക്കൊമ്പിലിന്റെ നേതൃത്വത്തിലാണ് ജനസേവന കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. തന്റെ വാർഡിലെ ഓരോ കുടുംബത്തിനും പഞ്ചായത്ത് ഓഫീസിൽ എത്താതെ തന്നെ അപേക്ഷകൾ സമർപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാനും നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് അറിയാനുമെല്ലാം സൗകര്യമൊരുക്കിയാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നതെന്ന് ജോഫി വെട്ടിക്കൊമ്പിൽ പറഞ്ഞു. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ കേരള ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ ഒരുപാട് ഓരോ ബഡ്ജറ്റിൻ്റെ സമയത്തും മറ്റവസരത്തിലുമൊക്കെ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് പ്രത്യേക പല പെൻഷൻ പോലെയുള്ള പദ്ധതികൾ ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് എല്ലാം അത് കൃത്യമായിട്ട് കിട്ടണം. ഈ വാർഡിലുള്ള മുഴുവൻ 800 വോട്ടർമാർ കൂടാതെയുള്ള 300ഓളം വോട്ടില്ലാത്ത 18 വയസ്സ് താഴെയുള്ളവരും വോട്ട് ഇവിടെ ചേർക്കാൻ പറ്റാത്തതോ മറ്റു രീതിയിലോ ഇല്ലാത്തവരൊക്കെ കൂടി 1100ഓളം പേര് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്ര ആൾക്കാർക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അതിനറിയാൻ വേണ്ടി ഇത് മാച്ചാണല്ലോ. അതിനുവേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ആനുകൂല്യം ഉണ്ടെന്നറിയാം. അതുകൂടാതെ ഒരു പുതിയ ആനുകൂല്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഈ സോഫ്റ്റ്വെയർ കയറി ആർക്കൊക്കെ ഈ വാർഡിൽ കിട്ടുമെന്നും നമുക്ക് മനസ്സിലാക്കണം. ആ സോഫ്റ്റ്വെയറിൻ്റെ ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി ടാസ്ക് ആണെന്നുള്ളത് എൻ്റെ കൂടെ പഠിച്ച പലരും IT എഞ്ചിനീയർമാരൊക്കെ. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അനൗൺസ് ചെയ്യുമ്പം തന്നെ സോഫ്റ്റ്വെയർ കിട്ടുന്ന സോഫ്റ്റ്വെയർ നിലവിലില്ല. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ശ്രമിക്കുന്നുണ്ട് അവർ. പഞ്ചായത്തിലെ വികസന പദ്ധതികളും ആനുകൂല്യങ്ങളും ഒന്നും പലപ്പോഴും അറിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുകയാണ് ലക്ഷ്യം. ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞാൽ വീട്ടിലെത്തി അനന്തര നടപടികൾ സ്വീകരിക്കുമെന്ന വാഗ്ദാനമാണ് ഇദ്ദേഹം നൽകുന്നത്. വിശാലമായ ഓഫീസിൽ കമ്പ്യൂട്ടറും പ്രിൻ്ററും അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാർഡിലെ മുഴുവൻ വ്യക്തികളെക്കുറിച്ചുമുള്ള ഡാറ്റ ശേഖരിച്ച് സൂക്ഷിക്കുകയും ഓരോ അപേക്ഷകളും നൽകേണ്ട സമയത്ത് അർഹതയുള്ളവരെ എളുപ്പത്തിൽ കണ്ടെത്തി അപേക്ഷകൾ സ്വീകരിക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ വാർഡിലുള്ളവർ അറിയാതെ പോകുന്ന സാഹചര്യം ഇനി ഉണ്ടാവുകയില്ലെന്ന് ജോഫി മാത്യു പറയുന്നു. പെൻഷനുണ്ട്, ചെറിയ 350 രൂപ 52 രൂപയുടെയൊക്കെ ചെറിയൊരു പെൻഷൻ, അല്ല ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് കൂടി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള അയാളുടെ ചികിത്സ തൊട്ട് എല്ലാം ഫ്രീയാണ്. ഇതൊന്നും ഇവിടെയുള്ളവർ എടുക്കുന്നില്ല. അതൊക്കെ എടുത്താൽ തന്നെ പകുതി പ്രശ്നം തീരും. അപ്പോൾ അത് ചിലർ 350 രൂപ മുടക്കാൻ പറ്റുന്നവർ കാണും. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് വഴി അവരെ കൊണ്ട് ആ 350 രൂപയ്ക്ക് നമ്മൾ ഇൻഷുറൻസ് എടുക്കും. അപ്പം ആ കാര്യം സ്മൂത്തായിട്ട്. അപ്പം അതുപോലെ തന്നെ ഈ മെഡിക്കൽ സഹായം ആവശ്യമുള്ള കുറേയധികം ആൾക്കാരുണ്ട് ഈ വാർഡിൽ. ഒരു 40ഓളം വീട്ടുകാരുണ്ട്. വീടുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അപ്പോൾ കിടപ്പ് രോഗികൾക്ക് നമ്മൾ 2 പ്രാവശ്യം ഡോക്ടറെ മെഡിസിറ്റിയുടെ സഹായത്തോടു കൂടി ഒരു ടൈപ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാസം 2 പ്രാവശ്യം പോയി അതിൽ പരിശോധിച്ചിട്ട് വരുന്ന ഒരു സാധനം. അതുപോലെ ഈ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയുള്ള തുക വരും. അത് നമ്മൾ ഈ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് കുറേ മെഡിസിൻസ് കിട്ടും. പോരായിക വരുന്ന മെഡിസിൻ അത് മുഴുവൻ കിട്ടിയെന്നില്ല, ചില എല്ലാ സാധനമൊന്നും അവിടെ കാണില്ല. ആ പോരായിക വരുന്ന ഒരു എമൗണ്ട് അത് നമുക്ക് ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് വഴി അതും മീറ്റ് ചെയ്ത് അങ്ങനെ മെഡിസിൻ ഒരു അർഹതപ്പെട്ട, അതായത് സർക്കാർ ജോലിയോ ഗൾഫിൽ ആരോഗ്യമുള്ള മക്കളുള്ളവർക്കൊന്നും നമ്മൾ സഹായിക്കാൻ ഉദ്ദേശിക്കില്ല. അവർ പണിയെടുത്ത് മാതാപിതാക്കളെ നോക്കേണ്ട അവരുടെ ഉത്തരവാദിത്വമാണ്. തീരെ നിർവാഹമില്ലാത്തവരെ നമ്മൾ ഈ രീതിയിൽ പരിഗണിച്ച് അവർക്ക് മരുന്നിനുള്ള ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞത് റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. ചിലർക്കൊന്നും കിട്ടാത്തവരുണ്ട്. അങ്ങനെയുണ്ടല്ലോ. നമ്മുടെ ഇവിടെ കുറേയധികം ആൾക്കാർ ഒരു ആനുകൂല്യവും ഇല്ലാത്ത മേഖലയാണ് നമ്മളിവിടെ. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റ് വഴി മെഡിക്കൽ സഹായം എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കുക. പിന്നെ ഈ ഓഫീസിൻ്റെ മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇനി ഒരാൾ ഈ വാർഡിൽ നിന്ന് പോരണ്ട. അവർക്കെല്ലാ കാര്യവും നമ്മൾ അവരുടെ ഇങ്ങോട്ടൊരു ഫോൺ വിളിക്കും, ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ മതി. നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ ചെന്ന് അവരുടെ കാര്യം എന്നാന്ന് കേട്ട് നമ്മളത് വീട്ടിൽ ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ മറ്റ് അക്ഷയ വഴി കിട്ടുന്ന ഒരുമാതിരി സേവനങ്ങളെല്ലാം നമ്മളിവിടെ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ പ്രാരംഭത്തിൽ നമ്മൾ കണക്കൂട്ടുന്ന കാര്യങ്ങൾ. സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോഴും സാമൂഹ്യ സേവനത്തിനായി സമയം കണ്ടെത്തുകയും ചികിത്സാ സഹായം അടക്കമുള്ളവ നൽകി ആവശ്യക്കാരെ സഹായിക്കുകയും ചെയ്തിരുന്ന ജോഫി മാത്യു പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൻ്റെ സേവന സന്നദ്ധത എല്ലാവർക്കും പ്രയോജനപ്പെടുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്ഷയ മാതൃകയിൽ ജനസേവന കേന്ദ്രം ആരംഭിച്ചത്. ജോസ് കെ മാണി MP യാണ് ജനസേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചേർപ്പുങ്കലിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വം വഹിച്ചിരുന്ന മാത്തച്ചൻ വെട്ടിക്കൊമ്പിലിൻ്റെ
മകനായ ജോഫി മാത്യു LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 292 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. തൻ്റെ വാർഡിലെ എല്ലാ വീടുകളിലും എത്തി ക്രിസ്മസ് കേക്കുകൾ നൽകി നന്ദി പ്രകടനം നടത്തുമ്പോൾ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ജോസഫ് സേവ്യറിനെ പോലുള്ളവർ പ്രവർത്തന കാര്യാലയത്തിൻ്റെ ചുമതലക്കാരായി മെമ്പർക്കൊപ്പം സേവന സന്നദ്ധരായി രംഗത്തുണ്ട്. പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പിതാവിൻ്റെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നുള്ള സഹായങ്ങൾ നൽകുവാനും കഴിയുമെന്ന് ജോഫി വെട്ടിക്കൊമ്പിൽ പറഞ്ഞു. സ്ഥിരമായിട്ട് 2 സ്റ്റാഫ് കൂടെ ഉണ്ട്. ഈ വാർഡിൽ തന്നെയുള്ള ഒരു റിട്ടയർഡ് എഞ്ചിനീയറാണ് ജോസഫ് ഏട്ടൻ. പുള്ളി വാർഡിൽ തന്നെ ഉള്ള ആളാണ്. പുള്ളി സേവന സന്നദ്ധനായിട്ട് 24 മണിക്കൂർ തയ്യാറായിട്ട് വന്നേക്കുന്ന ഒരാളാണ്. പുള്ളി തന്നെ ഈ ആശയം പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഭാര്യയാണെങ്കിൽ ഈ പാലിയേറ്റീവിലെ നേഴ്സാണ് കോഴിക്കോട് പഞ്ചായത്തിലെ. അപ്പം ഇവർ രണ്ടുപേരും ഇവരെയൊക്കെ നമ്മളൊരു 20 കൊല്ലമായിട്ട് കാണുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഒരു സേവന സന്നദ്ധരായിട്ട് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് നമുക്ക് തോന്നിയേക്കുന്നത് അന്ന് മുതലേ. അങ്ങനെ അവർക്ക് ഒരു മടിയില്ല, അങ്ങനെയുള്ളവരാ. അതുപോലെ തന്നെ വേറെ ആളെ അവിടെ കിട്ടിയിട്ടുണ്ട് പഠിപ്പിക്കുന്ന ടീച്ചർ, അതും വോട്ടറാണ്. ആ പെൺകുട്ടിയും ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈമായിട്ട് ഒന്ന് ഇതില്ലാത്ത കാര്യം സോഷ്യൽ വർക്ക് പോലെ തന്നെ നടക്കുന്ന ഒരു കുട്ടിയാണ്. അതും ഇങ്ങനെ സഹകരിക്കാതെ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിയാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആകുമ്പോൾ കാര്യങ്ങൾ പോകും. അതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ വാർഡിലെ ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നതിനായാണ് സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്ന വേറിട്ട ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി മാതൃകയാവുകയാണ് ജോഫി മാത്യു വെട്ടിക്കൊമ്പിൽ. ക്യാമറാമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.